രാത്രി ഭാര്യയുമായി വഴക്കിട്ട ശേഷം ഭർത്താവ് കുട്ടികളുമായി ഉറങ്ങാൻ കിടന്നു. ഇനി ഇയാളുടെ കൂടെ ജീവിക്കുന്നില്ലെന്ന് തീരുമാനിച്ച് ഭാര്യ വീട് വിട്ടിറങ്ങി. അയൽപ്പക്കത്തെ വീടിനടുത്തുകൂടി നടക്കുമ്പോൾ അവർ അവിടുത്തെ സ്ത്രീയുടെ പ്രാർത്ഥന കേട്ടു. ദൈവമേ, നാളെയെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കണേ. മറ്റൊരു വീട്ടിൽ കൊച്ചുമകൻ മുത്തശ്ശിയോട് പറയുന്നു, മരുന്ന് കടക്കാരൻ ഇനി കടം തരില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് മരുന്ന് വാങ്ങാതിരുന്നത്. അടുത്ത വീട്ടിലെ ഗൃഹനാഥൻ ഭാര്യയോട് പറയുകയാണ്, 5 മാസത്തെ വാടക ഒരുമിച്ച് അടുത്ത ആഴ്ച തരാമെന്ന് വീട്ടുടമ നാളെ വരുമ്പോൾ പറയണേ. അവൾ അവിടെ നിന്ന് ആലോചിച്ചു. പുറമെ സമാധാനപരമായി കാണുന്ന വീടുകളിലെല്ലാം പ്രശ്നങ്ങളുണ്ട്. അവരാരും ഇറങ്ങിപ്പോകുന്നില്ല. അവൾ ഇരട്ടി വേഗത്തിൽ തിരിച്ചു നടന്നു. എല്ലാ മന്ദസ്മിതങ്ങളുടെയും പിന്നാമ്പുറങ്ങളിൽ മല്ലയുദ്ധങ്ങൾ നടക്കുന്നുണ്ടാകും. എല്ലാം തൃപ്തികരമായ ശേഷം ആർക്കും സന്തോഷിക്കാനാകില്ല. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങളുമല്ല. ഒരുമിച്ച് നിൽക്കണമെങ്കിൽ പലതിനോട് പൊരുത്തപ്പെടേണ്ടി വരും. പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമല്ല, അവയോടുള്ള മനോഭാവം മാറ്റാനുള്ള ശ്രമമാണ് പരിഹാരം. ആർക്കും ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കില്ല. എത്ര സൂക്ഷ്മതയോടെ തിരഞ്ഞെടുത്താലും അപാകതകൾ സംഭവിക്കും. ഉള്ളിലെ നന്മകൾ ആസ്വദിക്കുക മാത്രമാണ് മാർഗം.